ഒരുപാട് മസാലയൊന്നും വഴറ്റി കഷ്ടപ്പെടാതെ 2 തക്കാളിയും സവാളയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പി ആട്ടോ ഇന്നത്തേത്. ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ, ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടാവും. അപ്പോൾ നമ്മുടെ ഈ ചമ്മന്തി റെഡിയാക്കി എടുക്കാനായിട്ട് നന്നായിട്ട് പഴുത്ത 4 തക്കാളി വേണം കേട്ടോ എടുക്കാനായിട്ട്. നല്ലോണം പഴുത്ത തക്കാളി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പം എൻ്റെ കയ്യിൽ ഇരിക്കുന്ന 2 തക്കാളി നന്നായിട്ട് പഴുത്തതും 2 അത്രയ്ക്കങ്ങോട്ട് പഴുക്കാത്ത തക്കാളിയായിട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത ചുമന്നും തൊടുത്ത തക്കാളിയൊക്കെ ഇല്ലേ, അതെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എടുത്തിരിക്കുന്ന തക്കാളി ഇതേപോലെ 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നോൺ സ്റ്റിക്കിന്റെ ഒരു പാൻ എടുക്കുക. ചൂടായി കഴിഞ്ഞപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഓയിലാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, റിഫൈൻഡ് ഓയിലോ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇതേപോലെ കമത്തി വെച്ച് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു വശമൊക്കെ നന്നായിട്ട് ചൂടായി കളറൊക്കെ ഒന്നിങ്ങോട്ട് മാറി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം 2 വശം കളറൊക്കെ മാറി നല്ലോണം ഒന്നിങ്ങോട്ട് റെഡിയായി വരുന്നവരെ വെയിറ്റ് ചെയ്യാവേ. കണ്ടതാ ഇതുപോലെ 2 വശം നന്നായിട്ട് തന്നെ ഒന്നിങ്ങോട്ട് റെഡി ആയിട്ട് വരട്ടെ. അപ്പോൾ ഗ്യാസിന്റെ ഫ്ലെയിം ഒരു മീഡിയം അല്ലാന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനിയിപ്പോൾ 2 വശമൊക്കെ നന്നായിട്ട് കളറൊക്കെ മാറി ശരിക്കും ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ട് വരണം. തക്കാളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഒന്നുകൂടെ വെന്ത് സോഫ്റ്റ് ആയി വരണം കേട്ടോ. നമ്മളിപ്പോൾ ഗ്യാസിന്റെ ഫ്ലെയിം കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ പുറംഭാഗമൊക്കെ ഒന്ന് കളർ മാറിയുള്ളൂ. ഉള്ളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അങ്ങ് വെന്ത് വരില്ല. ഇതേപോലെ 2 വശം കളറൊക്കെ ഒന്ന് മാറി തൊലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വിട്ട് വരുന്ന ആ ഒരു പരുവത്തിലായി വന്നിട്ടുണ്ട്. നല്ലോണം സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ എടുത്ത് മാറ്റി അതേ പാനിലേക്ക് തന്നെ അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഇത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന തക്കാളി കുറച്ചും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കുറച്ചും കൂടി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലോണം തന്നെ ഇതേപോലെ ഒന്നും കൂടി ചുട്ടെടുക്കുക. അങ്ങനെ തക്കാളിയുടെയൊക്കെ ആണെന്നുണ്ടെങ്കിലും വലിയ ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. ഇതേപോലെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തെടുക്കുക കേട്ടോ. നമുക്ക് കണ്ടോ, ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോവാതെ നന്നായിട്ട് തന്നെ വന്നിട്ടില്ലേ. തക്കാളിയുടെ ആണെന്നുണ്ടെങ്കിലും ആ വലിയ ചൂട് ഒന്ന് ആറി വന്നിട്ടുണ്ട്. എല്ലാ സ്കിന്നും ഇതേപോലെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഈ ചുട്ടെടുത്ത തക്കാളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഒന്നും കൂടെ ഉടച്ചു കൊടുക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള ഉള്ളിക്കല്ലാണെന്നുണ്ടെങ്കിൽ ഉള്ളിക്കല്ലിട്ട് നല്ലോണം തന്നെ ഒന്നും കൂടെ ചതച്ചെടുത്താലും മതിയാവും. ഒരുപാട് അങ്ങോട്ട് പേസ്റ്റ് പോലും ഒന്നും അരയണ്ട. ഒന്ന് പകുതി ഉടച്ചു വന്നതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ മിക്സ് ആക്കി എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ കൈ ഉപയോഗിച്ച് നല്ലോണം തന്നെ മിക്സ് ആക്കി എടുത്താലും മതി. തക്കാളിയൊക്കെ ശരിക്കും വെന്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ റെഡിയായി വരില്ല കേട്ടോ. അതുകൊണ്ടാണേ. കണ്ടോ, നമ്മുടെ തക്കാളിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയും ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്നുകൂടെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് വേണ്ടത് മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവാള തീരെ പൊടിയായിട്ട് ഒന്നുകൂടെ കട്ട് ചെയ്ത് എടുത്തതാണ്. ഒരുപാട് വലിപ്പത്തിലൊന്നും ചെയ്യരുതേ. ചോപ്പറിൽ വെച്ച് നന്നായിട്ട് ഒന്നുകൂടി ചോപ്പ് ചെയ്തെടുത്താലും മതിയാവും. തക്കാളി എത്രത്തോളം എടുക്കണോ അതനുസരിച്ച് വേണം സവാളയും ചേർത്ത് കൊടുക്കാനായിട്ട്. എരിവിന് വേണ്ടി 2 പച്ചമുളകും അതേപോലെ തന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തും ആവശ്യത്തിന് ഉപ്പും നമ്മളിപ്പോൾ ഫ്രൈ ചെയ്ത അതേ വെളിച്ചെണ്ണ തന്നെ 1 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇതേപോലെ ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. കൈ വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് തന്നെ ഒന്നും കൂടെ ഉടച്ചുടച്ച് ശരിക്കും മിക്സ് ആക്കി എടുക്കുക കേട്ടോ. തക്കാളിയും സവാളയും മല്ലിയിലയും പച്ചമുളകും ഉപ്പും എല്ലാം നന്നായിട്ട് തന്നെ ഒന്നും കൂടി യോജിച്ച് വന്നിട്ടുണ്ട്. കണ്ടതാ ഇതുപോലെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചമ്മന്തിയുടെ പരിപാടി എന്ന് പറയുന്നത്. കണ്ടോ, എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നും കൂടി യോജിച്ച് വന്നിട്ടുണ്ട്. തക്കാളി എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത തക്കാളി എടുത്ത് ഫ്രൈ ആക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതേപോലെ തന്നെ സവാളയാണെന്നുണ്ടെങ്കിലും ഒരുപാട് അങ്ങോട്ട് കൂടിയും പോവേണ്ട, തീരെ കുറഞ്ഞും പോവേണ്ട, അളവൊന്നും നോക്കിയിട്ട് മാത്രം എടുക്കാം കേട്ടോ. ബാക്കി മല്ലിയിലയും അതേപോലെ തന്നെ പച്ചമുളകും ഒക്കെ ചേർത്ത് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എല്ലാവരും നല്ല ചൂട് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കുക. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ.